നിങ്ങളുടെ ബിസിനസ്സിൽ റോങ് ആയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഒരാളാണോ നിങ്ങൾ? പ്രശ്നം അവരുടെ സ്കില്ല് ആവണമെന്നില്ല. ഒരു പക്ഷേ കോർ വാല്യൂസ് ആയിരിക്കും റിയൽ പ്രോബ്ലം. നമ്മളുടെ കമ്പനിയുടെ വാല്യൂസുമായിട്ട് ഈ വരുന്ന വ്യക്തി മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്താതെ അവരെ നമ്മളുടെ കമ്പനിക്ക് അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ എത്ര സ്കില്ലുള്ള ആളാണെങ്കിലും നമ്മുടെ കമ്പനി പൊളിക്കാൻ അവനൊരു ഒറ്റ ഒരാൾ മതിയാവും. ഞാനും ഇതേ തെറ്റ് ഒരുപാട് തവണ ചെയ്തിരുന്ന ആളാണ്. കോർ വാല്യൂ നോക്കാതെ ആളെടുത്തതിൻ്റെ പേരിൽ എനിക്ക് സമയനഷ്ടം മാത്രമല്ല, പണനഷ്ടം മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് മനസ്സമാധാനം ഇല്ലാതെ തന്നെ പോയി. കോർ വാല്യൂ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ കൾച്ചറാണ്. നമ്മളുടെ കമ്പനി ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചറാണ്. ഈ കൾച്ചർ വളരെ ആവശ്യമായിട്ടൊരു സംഗതിയാണ്. കാരണം നമ്മളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. വ്യത്യസ്തമായ വീടുകളിൽ നിന്ന്, വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്ന്, ജെൻഡർ, അങ്ങനെ പല വ്യത്യസ്ത ആളുകളായിരിക്കും. ഇവരെല്ലാം കൂടി കോമൺ ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ടുള്ള ഒരു വർക്കിംഗ് പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു കൾച്ചർ അവിടെ ഉണ്ടാവണം. ഈ കൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൂളാണ്. ആ കൾച്ചറിൻ്റെ ബേസിൽ നമുക്ക് ശരിക്കും ഒരു ഫിൽട്ടറേഷൻ നടത്താൻ പറ്റും. നമ്മുടെ വാല്യൂസ് ഇതാണ്, അതിന് എഗൻസ്റ്റ് ആയിട്ട് ഈ വരുന്ന ഓരോ വ്യക്തിയും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന, ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാക്കി നമുക്ക് നമ്മുടെ കമ്പനിയെ മാറ്റാൻ പറ്റും. ഇന്ന് ഞങ്ങളുടെ കമ്പനി മാക്മില്ലനിൽ ഞങ്ങൾ ആ കോർ വാല്യൂ സെറ്റ് ചെയ്തതിന് ശേഷം ഭയങ്കരമായ കൾച്ചറിലൊക്കെയുള്ള ഡിഫറൻസ് ഒരുപാടുണ്ടായി. ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇൻറ്റേർണലി ടീമിന് ഇടയിലുള്ള ഒരു സിങ്ക് ഒന്നാമത്. രണ്ടാമതായിട്ട് റീടെൻഷൻ, എംപ്ലോയി റീടെൻഷൻ, അതുപോലെ അട്രീഷൻ റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്നാൽ ആളുകൾ കൂടുതൽ കാലം വർക്ക് ചെയ്യുക, ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് മാറി. പിന്നെ അതുപോലെ തന്നെ പടലപ്പിണക്കങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുത്തിത്തിരിപ്പ്, പാരവയ്പ്പ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവായിട്ട് നല്ലൊരു ടീമായിട്ട് മാറാനായിട്ട് ഈ കോർ വാല്യൂസിനെ ഞങ്ങൾ ശരിക്കും മുറുക്കി പിടിച്ചതിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. ഈ കോർ വാല്യൂസ് നമ്മൾ ഫസ്റ്റ് ടൈം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റെസിസ്റ്റൻസ് ഉണ്ടാവും. പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റാണല്ലോ നമ്മളിത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വാല്യൂസിന് നിരക്കാത്ത പല ആളുകളുണ്ടാവും. നല്ല സ്കില്ലുള്ള ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ നമ്മുടെ ഈ വാല്യൂസിന് നിരക്കാത്ത ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവർ അലോസരമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക. എത്ര സ്കില്ലുള്ള ആൾ, എത്ര ബിസിനസ് കൊണ്ടുവരുന്ന ആളാണെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ കമ്പനിയെ തകർക്കുക അല്ലെങ്കിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ശക്തിയായിട്ട് ഈ ആൾക്കാർ മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയതായിട്ടൊരു കോർ വാല്യൂ കൊണ്ടുവരുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രോപ്പറായിട്ട് ഈ കോർ വാല്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിന് മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ കോർ വാല്യൂമായിട്ട് മാച്ച് ആവാത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി കമ്പനിയിൽ നിന്ന് ഡിസപ്പിയർ ആയി പോയിക്കോളും. എങ്ങനെ? അത് റിസിഗ്നേഷൻ ആണെങ്കിൽ അല്ലെങ്കിലും ടെർമിനേഷൻ ആണെങ്കിലും വാട്ടവർ, ഓട്ടോമാറ്റിക്കലി അവർ പോയി കിട്ടും. നല്ലൊരു ടീം നമുക്ക് സെറ്റായി വരും. ഇനി എങ്ങനെ നമുക്ക് കോർ വാല്യൂ സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് ഒരു സെൽഫ് റിഫ്ലക്ഷനാണ്. നമ്മളുടെ ഇത്രയും കാലത്തെ കരിയർ, ബിസിനസ്, ആ ഹിസ്റ്ററി ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നമുക്ക് തലവേദനകൾ ഉണ്ടാക്കിയ ആളുകൾ ആരൊക്കെയായിരുന്നു? നെഗറ്റീവായിട്ട് നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ദുരനുഭവങ്ങൾ തന്നിട്ട് പോയ ആൾക്കാർ എന്തൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചത്? അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന വാല്യൂസ് എന്തൊക്കെ? അതിന് എഗൻസ്റ്റായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത, നമ്മൾ ഉയർത്തിപ്പിടിച്ച വാല്യൂസ് എന്തൊക്കെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടും നമ്മളുടെ കോർ വാല്യൂസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അത്തരത്തിൽ ഒരു 5 മുതൽ 7 വരെ കോർ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഒരു ലിസ്റ്റാക്കി ആ ലിസ്റ്റിനെ നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് പബ്ലിഷ് ചെയ്ത് അവരിലേക്കും അതിനെ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കയറ്റിവിടുക എന്നുള്ളതാണ് പ്രൈമറിലി നമ്മൾ ചെയ്യേണ്ടത്. ഇനി കോർ വാല്യൂസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്ഥാപനത്തെ നല്ല കൾച്ചറുള്ള ഒരു പെർഫോമിംഗ്, അച്ചീവിങ് കമ്പനിയാക്കി മാറ്റാനായിട്ടുള്ള എങ്ങനെ ചെയ്യണം എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് സൗജന്യമായി തരാം. അതിനായിട്ട് താഴെ ഹാൻഡ് ബുക്ക് എന്ന് കമൻറ്റ് ചെയ്യാം. റിമെമ്പർ, സ്കില്ല് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, എന്നാൽ കോർ വാല്യൂ നോ. അത് ഉള്ള ആളുകൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥാപനം നന്നായി നടത്താൻ പറ്റൂ.